എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിൻ്റെ ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് തൊട്ട് റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ഏകകം നോക്കൂ. പ്രഥമഃ ഏകകം പല്ലവം. അതിൻ്റെ ആമുഖം നോക്കൂ. നവമ കക്ഷ്യ പാഠപുസ്തകസ്യ പ്രഥമം ഏകകം ഭവതിദം. നവമ കക്ഷ്യ പാഠപുസ്തകസ്യ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൻ്റെ പ്രഥമം ഏകകം ഭവതിദം. പ്രഥമം ആദ്യത്തെ ഏകകം ഭവതിദം ആനിത്. പൂർവേ അസ്മിൻ വർഗേ മുമ്പുള്ള വർഗേ ക്ലാസ്സിൽ അങ്കുരിച്ച സംസ്കൃത പാദവസ്യ സംസ്കൃത വൃക്ഷത്തിൻ്റെ നവപല്ലവഃ പുതിയ തളിര് അസ്മിൻ ഏകകെ ഈ ഏകകത്തിൽ വിരാജിക്കുന്നു അല്ലെങ്കിൽ ശോഭിക്കുന്നു. പ്രകൃതി വിഷയകൗ പ്രകൃതി സംബന്ധിയായ ധൗ പാഠഭാഗോ 2 പാഠഭാഗങ്ങളാണ് അത്ര ഇവിടെ സമാകലിതൗ ചേർത്തിരിക്കുന്നത്. പ്രഥമം ആദ്യത്തത് പ്രകൃതി ചാരുതാ വർണ്ണനാപരം പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതായ വിശ്വസൗന്ദര്യം എന്ന പേരുള്ളതായ ഗീതകം ഒരു കവിതയും സസ്യന്യപി സസ്യങ്ങൾ പോലും സുഖദുഃഖാൻ അനുഭവന്തി സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതുമായ ഇതി പ്രതിപാദ്യമാണ് എന്ന് പ്രതിപാദിക്കുന്ന ജീവാതുരേവ ദ്രുമം എന്ന പേരുള്ളതായ ഒരു കഥയും ഭവിക്കുന്നു. ഏതയോഹോ പാഠയോഹോ ഈ പാഠങ്ങളുടെ അധ്യയനേന പഠനത്തിലൂടെ വയമഭി നമ്മളും പ്രകൃത്യുപാസകാഹ സ്യാമ പ്രകൃതിയുടെ ഉപാസകരാകട്ടെ എന്നാണ് പറയുന്നത്. ഇനി പ്രഥമഃ പാഠഃ വിശ്വസൗന്ദര്യം. ആദ്യത്തത് പാഠപ്രവേശമാണ്. പ്രകൃതേഹേ സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അന്യാദൃശം എന്ന് പറയുന്നത് മറ്റൊരിടത്തും കാണാത്തത്. അതുലം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്തത്. അനുഭവവേദ്യം അനുഭവയോഗ്യവുമാണ് പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. പ്രാതഃകാലസ്യ പ്രഭാത സമയത്തിൻ്റെ മനോഹാരിതയെ അനുഭവിച്ചുകൊണ്ട് പക്ഷികളും തഥാ അപ്രകാരം രാത്രിയുടെ നിശബ്ദതയുടെ സുഖാനുഭവത്താൽ നിശാഗായകരും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച് ഗായന്തി പാടുന്നു. പ്രകൃതേഹേ സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ വയമഭി നമ്മളും ബഹുനാ പ്രകാരേണ പല വിധത്തിലും ഗാനം ആലപിക്കുന്നു. താദൃശമേകം അത്തരത്തിലുള്ള ഒരു ഗീതം ഇവിടെ പഠിക്കാം. ഇതിൽ പ്രഭാതത്തിലെ ഗായകരായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? കുയില്, കാക്ക, തത്ത, മയിൽ, മൈന തുടങ്ങിയവയാണ്. അപ്പം പ്രഭാതമായെന്ന് നമ്മളെ വിളിച്ചറിയിക്കുന്നത് എന്താണ്? പൂവങ്കോഴിയുടെ കൂവലാണ്. രാത്രിയുടെ നിശബ്ദതയിൽ ശബ്ദമുണ്ടാക്കുന്ന ഗായകരായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ചീവീടുകൾ, നത്ത്, കാലങ്കോഴി, കുറുക്കൻ തുടങ്ങിയവരാണ് നിശാഗായകരായിട്ട് അറിയപ്പെടുന്നത്. അതും കൂടി നമ്മൾ ഓർത്തു വെക്കണം. ഏത് വിധത്തിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരികയെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതും കൂടി സൂചിപ്പിച്ചു വെക്കുന്നത്. നമുക്ക് ആമുഖം നോക്കാം. അധ്യയന വർഷാരംഭത്തിൽ ആരംഭം തന്നെ പ്രഥമമേവാഗച്ഛതി വിശ്വപര്യവരണ ദിനം. എന്താ വിശ്വപര്യവരണ ദിനം? പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നു. അസ്മിൻ സന്ദർഭേ ഈ സന്ദർഭത്തിൽ പ്രതിവർഷം ഓരോ വർഷവും നൂതന ആശയാൻ പുതിയ ആശയങ്ങൾ
സ്വീകൃത്യവ നമ്മൾ സ്വീകരിക്കുന്നു. ദിനാചരണം പ്രചലതി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആ ദിനാചരണം നടത്തുന്നു. അസ്യ ദിനാചരണസ്യ ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം കിം എന്താണ്? ദിനമിതം അസ്മാൻ കിം ഉദ്ഘോഷയതി. അപ്പോൾ ഈ ദിനമിതം ഈ ദിനം അസ്മാൻ നമ്മെ കിം ഉദ്ഘോഷയതി എന്താണ് ഉദ്ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അസ്മാൻ പരിതഃ നമുക്ക് ചുറ്റും കേ ഏതൊക്കെ പ്രകൃതി വിഭവാഹ സന്തി പ്രകൃതി വിഭവങ്ങളാണ് ഉള്ളത്. തേഷാം ഉപഭോക്താരഃ കേ ഈ പ്രകൃതി തേഷാം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ എന്താ പറയുക, അത് അനുഭവിക്കുന്നവർ ആരെല്ലാമാണ്? തേഷാം സംരക്ഷണം കിമർത്ഥം കരണീയം. തേഷാം ഈ പ്രകൃതി വിഭവങ്ങളെ എപ്രകാരം കിമർത്ഥം എപ്രകാരം സംരക്ഷിക്കാം. പശ്യന്തു അത് നോക്കിയാലും. ഇനി നമുക്ക് ശ്ലോകം നോക്കാം. വിശാല സുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം സർവചരാചര നിവാസമതുലം മദീയനാഗമിമം. ഒന്നുകൂടി പറയാം. വിശാല സുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം സർവചരാചര നിവാസമതുലം മദീയനാഗമിമം. ഇനി ഇതിൽ വിശ്വം എന്ന് പറഞ്ഞാൽ പദത്തിൻ്റെ അർത്ഥങ്ങളാണ് പറയുന്നത്. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അർത്ഥം. നയനം എന്ന് പറഞ്ഞാൽ കണ്ണ്. ചരാചരം ചരം എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയും അചരം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവയും. നിവാസം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം. മദീയം എൻ്റെ. നാഗം ഇതിൽ കായാണ് കിടക്കുന്നത്. നാഗം അത് സ്വർഗമാണ്. നാഗം എന്ന് പറഞ്ഞാൽ അത് പാമ്പാണ്. ചിലപ്പോൾ അർത്ഥവ്യത്യാസങ്ങൾ ചോദിക്കാം. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം, നാഗം എന്ന് പറഞ്ഞാൽ പാമ്പ്, ഇമം എന്ന് പറഞ്ഞാൽ ഈ. ഇനി ഇതിൻ്റെ അന്വയം എന്താണ്? അന്വയം എന്ന് പറയുന്നത് നയനാനന്ദകരം സർവചരാചര നിവാസം അതുലം മദീയനാഗം വിശാലസുന്ദരം വിശ്വം പശ്യതു. ഇനി അതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. നയനാനന്ദകരം കണ്ണിന് ആനന്ദകരവും അല്ലെങ്കിൽ നയനാനന്ദകരവും. സർവചരാചര നിവാസം എല്ലാ ജീവനുള്ളവയുടെയും ചരാചരങ്ങളുടെയും എല്ലാ ജീവനുള്ളവയുടെയും ജീവനില്ലാത്തവയുടെയും ആവാസസ്ഥാനവും. അതുലം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് ഉപമിക്കാൻ കഴിയാത്തതും മായ എൻ്റെ സ്വർഗവുമായ. മദീയനാഗം എൻ്റെ സ്വർഗവുമായ. വിശാല സുന്ദരം ഈ വിശാല സുന്ദര ലോകത്തെ വിശ്വം ലോകത്തെ. പശ്യതു കണ്ടാലും. അപ്പോൾ ഒന്നും കൂടി പറയാം. നയനാനന്ദകരം നയനം ആനന്ദകരം എന്ന് വെച്ചാൽ കണ്ണിന് ആനന്ദകരവും. സർവചരാചര നിവാസം ജീവനുള്ളവയുടെയും ജീവനില്ലാത്തവയുടെയും ആവാസസ്ഥാനവും. അതാണ് സർവചരാചര നിവാസം. അതുലം മറ്റൊന്നിനോടൊന്ന് ഉപമിക്കാൻ കഴിയാത്തതുമായ. മദീയനാഗം എൻ്റെ സ്വർഗവുമായ. വിശാല ഈ വിശാല സുന്ദര ലോകത്തെ. ലോകം വിശ്വം. പശ്യതു കണ്ടാലും. ഇനി അതിൻ്റെ പദച്ഛേദം. സർവചരാചര നിവാസം അതുലം. സർവചരാചര നിവാസം അധികം അതുലമാണ്. സർവചരാചര നിവാസം അതുലം. ഒന്നും കൂടി പറയാം. സർവചരാചര നിവാസം അതുലം എന്ന് പറയുന്നതിൻ്റെ പദച്ഛേദം എങ്ങനെയാണ്? സർവചരാചര നിവാസം അധികം അതുലം. മദീയനാഗമിമം മദീയനാഗം അധികം ഇമം. ഇനി വിഗ്രഹം നോക്കാം. വിശാല സുന്ദര വിശ്വം വിശാലം ച തത് സുന്ദരം ച വിശാല സുന്ദരം താദൃശം വിശ്വം. സർവചരാചര നിവാസം ചരാണാം
അജരാണാം ച തേഷാം. ചരാണം അജരാണം ച തേഷാം സമാഹാരഃ ചരാചരം. സർവം ച തത് ചരാചരം ച സർവചരാചരം. തേഷാം നിവാസം, അതാണ് സർവചരാചര നിവാസം. അതുലം നാസ്തി തുല യസ്യ തം. നയനാനന്ദകരം നയനയോഃ ആനന്ദഃ നയനാനന്ദഃ. കരോതി ഇതി കരഃ നയനാനന്ദസ്യ കരഃ തം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. വഹന്തി നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ മഹാജല ബഹവഃ അരണ്യകേദാരുപവനാനി സുഖപ്രധാനി തഥാ. വഹന്തി നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ മഹാജല ബഹവഃ അരണ്യകേദാരുപവനാനി സുഖപ്രധാനി തഥാ. സുഖപ്രധാനി തഥാ. ഒന്നും കൂടി പറയാം. വഹന്തി നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ മഹാജലാ ബഹവഃ അരണ്യകേദാരുപവനാനി സുഖപ്രധാനി തഥാ. അപ്പോൾ വഹന്തി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നു, നദ്യഹ എന്ന് പറഞ്ഞാൽ നദികൾ, ബഹവഹ എന്ന് പറഞ്ഞാൽ ധാരാളം, അജലാഹ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, മഹാജലാഹ എന്ന് പറഞ്ഞാൽ വലിയ പർവ്വതങ്ങൾ, തിഷ്ഠന്തി എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നു, തഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രകാരം. അരണ്യം കാട് അല്ലെങ്കിൽ വനം, കേദാരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം, വേറൊരു വാക്കാണ് ക്ഷേത്രം അല്ലെങ്കിൽ വയല്, ഉപവനാനി എന്ന് പറഞ്ഞാൽ ഉദ്യാനങ്ങൾ. ഇനി അതിൻ്റെ അന്വയം നോക്കാം. അസ്മിൻ, അസ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വേ ലോകത്ത്, നദ്യഹ വഹന്തി, അസ്മിൻ വിശ്വേ ഈ ലോകത്ത്, നദ്യഹ നദികൾ, വഹന്തി ഒഴുകുന്നു, ബഹവഹ ധാരാളം, മഹാജലഹ വലിയ വലിയ പർവ്വതങ്ങൾ, തല ഉയർത്തി നിൽക്കുന്നു, തിഷ്ഠന്തി എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു, തഥാ അപ്രകാരം, അരണ്യ കേദാരോ ഉപവനാനി അരണ്യം കാടുകൾ, കേദാരം വയലുകൾ, ഉപവനാനി ഉദ്യാനങ്ങൾ മുതലായവയെല്ലാം സുഖപ്രധാനി സുഖത്തെ പ്രധാനം ചെയ്യുന്നവയായി ഭവന്തി ഭവിക്കുന്നു. അതാണ് അതിൻ്റെ അന്വയം വരിക. ഈ പദച്ഛേദം നോക്കാം. മഹാജല ബഹവഃ, മഹാജല അധികം ബഹവഃ, നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ നദ്യഃ തിഷ്ഠന്തി അധികം അസ്മിൻ. ഇനി വിഗ്രഹം നോക്കാം. മഹാജല മഹാന്തഃ ച അമി അജലാഹ ച അരണ്യകേദാരുപവനാനി അരണ്യം ച കേദാരഃ ച ഉപവനം ച അരണ്യ കേദാരോ ഉപവനാനി സുഖപ്രധാനി സുഖം പ്രദദാതി താനി. സുഖം പ്രദദാതി താനി. ഇനി മൂന്നാമത്തെ ശ്ലോകം നോക്കാം. കൂപ തടാകലത തരുവൃന്ദാന്യത്ര വിരാജന്തേ പ്രവാദി പവനഃ സുമഗന്ധവഹോ വിഭാതി ഗദ്യോതഃ. ഒന്നും കൂടി വായിക്കാം. കൂപ തടാക ലത തരുവൃന്ദാന്യത്ര വിരാജന്തേ പ്രവാദി പവനഃ സുമഗന്ധവഹോ വിഭാതി ഗദ്യോതഃ. കൂപം എന്ന് പറഞ്ഞാൽ കിണർ എന്നാണ് അർത്ഥം. തടാകം എന്ന് പറഞ്ഞാൽ പൊയ്ക അല്ലെങ്കിൽ സരസ്. ലത എന്ന് പറഞ്ഞാൽ വള്ളി. തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം. വൃന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടം. അത്ര എന്ന് പറഞ്ഞാൽ ഇവ, അല്ല ഇവിടെ. അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ, ഇവിടെ എന്നാണ് കേട്ടോ. വിരാജന്റെ ശോഭിക്കുന്നു, പ്രവാദി വീശുന്നു. പവനഃ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. സുമം പൂവ്, പുഷ്പത്തിന്റെ വേറെ വാക്കാണ് സുമം. ഗന്ധം മണം. വിഭാതി ശോഭിക്കുന്നു. ഖദ്യോതഃ സൂര്യൻ. സൂര്യൻ എന്നാണ് പറയുന്നതാണ് ഖദ്യോതഃ സൂര്യൻ. അപ്പൊ സൂര്യന്റെ വേറെ വാക്ക് നമുക്ക് കിട്ടി ഖദ്യോതഃ. ഖദ്യോതഃ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഇനി നമുക്ക് അന്വയം നോക്കാം. അത്ര ഇവിടെ, കൂപ കിണറുകള്, തടാക തടാകങ്ങള്, ലത വള്ളികള്,
തരു വൃക്ഷങ്ങൾ അല്ലെങ്കിൽ വൃക്ഷക്കൂട്ടങ്ങൾ, അതാണ് തരുവൃന്ദാനി വൃക്ഷക്കൂട്ടങ്ങൾ. വിരാജന്റെ ശോഭിക്കുന്നു. സുമഗന്ധവഹോ പൂമണം വഹിച്ചുകൊണ്ട് ഉള്ള പൂമണം വഹിച്ചുകൊണ്ടുള്ള കാറ്റ്. അവിടെ പവനഹ എന്ന് ചേർക്കണം. പവനഹ പ്രവാദി, കാറ്റ് വീശുന്നു. ഖദ്യോതഹ സൂര്യൻ. ഖദ്യോതഹ സൂര്യൻ. വിഭാതി നന്നായി പ്രകാശിക്കുന്നു. ഒന്നും കൂടി അന്വയവും അർത്ഥം കൂടി ഒരുമിച്ച് പറയാം. അത്ര ഇവിടെ, കൂപ കിണറുകൾ, തടാക തടാകങ്ങൾ, ലത വള്ളികൾ, തരുവൃന്ദാനി വൃക്ഷക്കൂട്ടങ്ങൾ, വിരാജന്റെ ശോഭിക്കുന്നു, സുമഗന്ധവഹോ പൂമണം വഹിച്ചുകൊണ്ടുള്ള, പവനഹ പ്രവാദി കാറ്റ് പ്രവാദി വീശുന്നു, ഖദ്യോതഹ സൂര്യൻ, വിഭാതി നന്നായി പ്രകാശിക്കുന്നു. ഇനി അതിൻ്റെ പദച്ഛേദം നോക്കാം. കൂപ തടാക ലത തരുവൃന്ദാന്യത്ര. കൂപ തടാക ലത തരുവൃന്ദാനി അധികം അത്ര. അപ്പോൾ ഒന്നും കൂടി പറയാം. കൂപ തടാക ലത തരുവൃന്ദാന്യത്രയാണ്. അപ്പോൾ കൂപ തടാകലത തരു വൃന്ദാനി അധികം അത്ര. സുമഗന്ധവഹോ വിഭാതി. സുമഗന്ധവഹ അധികം വിഭാതി. വിഗ്രഹം നോക്കാം. സുഖപ്രധാനി സുഖം പ്രദദാതി താനി. ഖദ്യോതഹ ഖം എന്ന് പറഞ്ഞാൽ ആകാശം. ഖം ദ്യോതയതി ഇതി. സുമഗന്ധവാഹ സുമാനം ഗന്ധഃ സുമഗന്ധഃ. തസ്യ വാഹകഃ അതാണ് സുമഗന്ധവാഹഃ. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം. വർഷന്ത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർ മേഘാഃ പുഷ്പഫലാഢ്യ ഋതവഃ കാലേ പ്രത്യായാന്തി മുദാ. ഒന്നും കൂടി പറയാം. വർഷന്ത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർ മേഘാഃ പുഷ്പഫലാഢ്യ ഋതവഃ കാലേ പ്രത്യായാന്തി മുദാ. വർഷന്തി എന്ന് പറഞ്ഞാൽ പെയ്യുന്നു, നവം എന്ന് പറഞ്ഞാൽ പുതിയ, അംബുബിഹി ജലതുള്ളികളെ കൊണ്ട്, ഋതുഹു എന്ന് പറഞ്ഞാൽ കാലം, പ്രത്യായാന്തി എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പം അന്വയം നോക്കാം. അസ്മിൻ കാലേ കാലേ, അസ്മിൻ ഇവിടെ, കാലേ കാലേ അതാതു കാലങ്ങളിൽ, മേഘാഹ മേഘങ്ങൾ, നവാംബുബിഹി പുതിയ ജലതുള്ളികൾ, വർഷന്തി വർഷിക്കുന്നു, ഋതവഃ ഋതുക്കൾ, കാലേ കാലാകാലങ്ങളിൽ, പുഷ്പഫലാഢ്യഃ പുഷ്പങ്ങളും ഫലങ്ങളും, പ്രത്യായാന്തി സന്തോഷത്തോടുകൂടി നമുക്ക് വീണ്ടും കൊണ്ടുവരുന്നു. അപ്പം അതിൻ്റെ പദച്ഛേദം നോക്കാം. വർഷന്തി അസ്മിൻ വർഷന്തി അധികം അസ്മിൻ, നവാംബുഭിർ മേഘാഃ നവാംബുഭിഹി മേഘാഃ. ഇനി നമുക്ക് വിഗ്രഹം നോക്കാം. നവാംബുഭിഹി നവം ച തത് അംബു ച നവാംബുഹു തൈഹി പുഷ്പഫലാഢ്യാഃ പുഷ്പാണി ച ഫലാനി ച പുഷ്പഫലാനി തൈഹി ആഢ്യാഃ. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. അസ്മാൻ പരിതഃ പ്രവർദ്ധമാന സുസ്ഥിതിരേവം സ്യാത് വയന്തു തേഷാം പാലനവിഷയെ സന്നദ്ധാഃ സ്യാമ. അസ്മാൻ ഒന്നും കൂടി പറയാം. അസ്മാൻ പരിതഃ പ്രവർദ്ധമാന സുസ്ഥിതിരേവം സ്യാത് വയന്തു തേഷാം പാലനവിഷയെ സന്നദ്ധാഃ സ്യാമ. പരിതഃ എന്ന് പറഞ്ഞാൽ ചുറ്റുമെന്നാണ്. പ്രവർദ്ധമാന എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സുസ്ഥിതി നല്ല അവസ്ഥ, പാലനം സംരക്ഷണം, സന്നദ്ധാഃ തയ്യാറായവർ. അപ്പം അസ്മാൻ പരിതഃ നമുക്കിനി അന്വയ അർത്ഥം കൂടി നോക്കാം. അസ്മാൻ പരിതഃ നമുക്ക് ചുറ്റും, പ്രവർദ്ധമാന നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, പ്രവർദ്ധമാന സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, സുസ്ഥിതി പ്രകൃതിയുടെ സുസ്ഥിതി,
അല്ലെങ്കിൽ എന്താ പറയുക, പ്രകൃതിയുടെ നല്ല അവസ്ഥ അല്ലെങ്കിൽ പ്രകൃതിയുടെ സുസ്ഥിതി. ഏവം സ്യാത് ഇപ്രകാരമാണ് തേഷാം അവയുടെ പ്രകൃതിയുടെ പാലന വിഷയെ പാലനത്തില് വയം തു നമ്മളെല്ലാം സന്നദ്ധാഹ തയ്യാറെടുപ്പോടുകൂടിയവരായിത്തീരട്ടെ അല്ലെങ്കിൽ സന്നദ്ധരായി തീരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാം. അസ്മാൻ പരിതഃ നമുക്ക് ചുറ്റും പ്രവർദ്ധമാന നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ സുസ്ഥിതി ഏവം സ്യാദ് ഇപ്രകാരമാണ് തേഷാം അവയുടെ പാലന വിഷയെ പരിപാലനത്തിൽ വയം തു നമ്മളെല്ലാം തയ്യാറെടുപ്പോട് കൂടിയവരായി തീരട്ടെ അല്ലെങ്കിൽ സന്നദ്ധരായി തീരട്ടെ. പദച്ഛേദം നോക്കൂ. സുസ്ഥിതിരേവം സുസ്ഥിതി ഏവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പം ജനുവരി 2-ാം തീയതി തൊട്ടിട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.